ഹലോ ഗേസ്, അപ്പോൾ എമ്പുരാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുവരെ മാറിയിട്ടില്ല. ഒന്നും പറയാനില്ല. ആളുകൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് വേണം തന്നെ പറയാം. നമ്മളൊരു മലയാള സിനിമ കാണുമെന്നൊന്നും പറയത്തില്ല കേട്ടോ. ഫുൾ ക്രെഡിറ്റ് പൃഥ്വിരാജിന് കൊടുക്കുന്നുണ്ട്. കാരണം ഇമ്മാതിരി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോൾ ആർക്കും നടക്കുന്നൊരു കാര്യമല്ല. ലാലേട്ടനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ കുറേ നാൾക്ക് ശേഷം ഒരു സംതൃപ്തി നൽകിയൊരു പടം. അത് ഞങ്ങൾ കണ്ടവർക്കെല്ലാം ആ തിയേറ്റർ ഒന്നടങ്കം തകർക്കുകയായിരുന്നു ലാലേട്ടൻ്റെ ഓരോ സീനും. അതുപോലെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ റിവ്യൂ ഞാൻ ഇടുന്നതിൻ്റെ മെയിൻ കേസ് അശ്വന്ത് കോക്കിനെ പോലുള്ള ടീമൊക്കെ വന്നിട്ട് കുറേ ഇഷ്ടംപോലെ നല്ല റിവ്യൂ വന്നു. അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് പുള്ളി കുറേ കല്ല് കടിക്കുന്ന സാധനമൊക്കെ പറഞ്ഞു. കോളേജിലെ ഖുറേഷി അബ്രഹാം ഞാൻ വിചാരിച്ച പോലെ ആയില്ലെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അടുത്ത L3 ഈ അശ്വന്ത് കോക്ക് അങ്ങ് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പുള്ളി അങ്ങ് ചെയ്യാൻ പറയാം. പുള്ളിക്ക് ഇഷ്ടത്തിന് പുള്ളി ഒരു ഖുറേഷി അബ്രഹാമിനെ അങ്ങ് ഉണ്ടാക്കുക. എന്തൊക്കെയാണോ സത്യം പറഞ്ഞാൽ പടം അത്രയ്ക്ക് സൂപ്പറാണ്. മെയിൻ സംബന്ധിച്ച് അതിൻ്റെ ഡയറക്ഷനെ പറ്റിയാണ്. നമ്മുടെ SS രാജമൗലിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഡയറക്ഷൻ. രാജമൗലിയുടെ അനിയനായിട്ട് വേണം പൃഥ്വിരാജിനെ അങ്ങ് പ്രഖ്യാപിക്കും. അതുപോലെ കിടിലൻ ഡയറക്ഷനായിരുന്നു പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം. മസ്റ്റ് വാച്ച് പടമാണ്. സംഭവം നല്ല തിയേറ്ററിൽ പോയി നല്ല സൗണ്ട് എഫക്റ്റോടെ നല്ല കിടിലൻ സെറ്റപ്പിൽ തന്നെ കാണണം. പടം ഒരു രക്ഷയില്ല, കയറി കൊളുത്തി. ചിലരൊക്കെ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫുൾ ഓവറോൾ സൂപ്പർ പടമാണ്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യവും സംഭവം കൊടുത്തിട്ടുള്ള കിടിലം പടം തന്നെയാണ് L2. എന്തായാലും L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിലും പൊളിയായിരിക്കും. ഇതിൻ്റെ എണ്ണ പണി വെച്ചതൊക്കെ ഒരു രക്ഷയില്ല. പോളീസാണെന്ന് വെച്ചാൽ പോളീസാണ്. ആസ് എ ഫാൻ ശരിക്കും സാറ്റിസ്ഫൈ ആയ ഒരു പടമാണ്. സ്പെഷ്യൽ താങ്ക്സ് പൃഥ്വിരാജിനാണ്. സത്യം കുറേ നാൾക്ക് ശേഷം മനസ്സാണ്.